Hey guys, welcome back to another flash vlog. ഇന്ന് നമ്മൾ വിവോ X300 ലോഞ്ചിന് പോവുകയാണ്. സോ അത് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്ക് ഇൻവൈറ്റ് വന്നിട്ടുണ്ട്. സോ പോയിട്ട് അവിടെ നിന്ന് എന്താണ് ഈ പുതിയ ഫോണിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഫോണിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എനിക്ക് വലിയ ഇതില്ല, പക്ഷേ ക്യാമറ ക്വാളിറ്റി എന്തെങ്കിലും X200 Pro എന്ന് ഡിഫറെൻറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ആൻഡ് പുതിയ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ഫോണിലെ ഫീച്ചേഴ്സ്, സോ ഫോട്ടോഗ്രാഫി റിലേറ്റഡ്. അപ്പം അതൊന്ന് പോയി അവിടെ തന്നെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇവൻറ്റിൻ്റെ പരിപാടി നമുക്ക് പോയി കവർ ചെയ്യാം. ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാം. ഫുഡ് റിവ്യൂ അല്ല ഗൈസ്, ഇത് ടെക് റിവ്യൂ ആണ്. ടെക് റിവ്യൂ അല്ലല്ലോ, ക്യാമറ റിവ്യൂ ആണ് മറ്റേ ഫോണിൻ്റെ. ഇന്ന് എല്ലാം കൂടെ ഒരു മിക്സ്ഡ് സംഭവം. ഇപ്പോൾ വ്ളോഗ് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ആസ്പെക്റ്റും എടുക്കാൻ നോക്കാം, അതായത് ഈ വിവോയുടെ. അപ്പോൾ എന്തായാലും ഹയാത്തിലോട്ട് പോയിട്ട് വരാം ഗൈസ്. അതിന് മുമ്പേ പറ്റുമെങ്കിൽ ഒന്ന് താടി ഒന്ന് ട്രിം ചെയ്യണം, അതൊക്കെയാണ് പ്ലാൻ. സി യു ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഹയാത്തിലോട്ട് പോകാം. അതിന് മുമ്പേ പോയി ഒന്ന് ബിയേർഡ് ട്രിം ചെയ്യണം. അങ്ങനെ വന്നപ്പോൾ തൊട്ട് സൈഡിൽ കിടക്കുന്ന വണ്ടിയുണ്ട് ഗൈസ്. ഇന്ന് ബെൻലിയാണ്. കൊള്ളാമല്ലേ? ഇതെല്ലാം ഒരാളുടെയാണ് ഗൈസ്. പുള്ളി ഇങ്ങനെ ഓരോ കാറായിട്ട് കൊണ്ടുവന്ന് എൻ്റെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ ഇടും. അത് കണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ തൊട്ട് സൈഡിൽ ഇതേപോലെയൊക്കെ സാധനങ്ങൾ കിടക്കുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മൾ ഇറങ്ങുന്നു രാവിലെ. ഇന്ന് ആ ഒരു കോൺഫിഡൻസ് ഇന്നലെ എനിക്ക് എന്തോ പോർഷൻ ലംബോർഗിനി എന്തൊക്കെയാണ്. അപ്പോൾ ബേസിക്കലി ഇന്ന് ബെൻലിയും കണി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ ലെറ്റ് സി. നമ്മൾ ആദ്യം പോയി ബിയേർഡ് ട്രിമ്മും ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഹയാത്തിലോട്ട് പോയിട്ട് അവിടെ എന്താണ് പരിപാടി എന്നുള്ളത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ടാറ്റ. ടെക് ഇവൻറ്റിൽ വന്നിട്ട് മെയിൻ പരിപാടി മൈജി ഡിന്നർ അത് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇവിടെ അത്യാവശ്യം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അത്രയും വലിയ പരിപാടിയാണ് ഗൈസ്, രക്ഷയില്ല. വീണ്ടും സന്ദീപേ, വെൽക്കം ടു മൈജി. അങ്ങനെ കാർത്തികിന്റെ ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ്. അമ്പിൾ അളിയൻ ഇസ് ഹിയർ. നമ്മൾ ഇനി ഒന്നും പേടിക്കുകയില്ല. ഫുഡിന് 3 കൂപ്പൺ അല്ല പറഞ്ഞ, നീ ഇവിടെ ഉള്ളുണ്ട്. ഹായ് ബ്രോ. ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ അത് മൈജി തന്നെ? എനിക്ക് വയ്യ. എല്ലാരെയും പരിചയപ്പെടുത്തോണ്ടിരിക്കുകയാണ്, ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. സോ നൈസ് നൈസ്. വിവോയുടെ ഇവന്റ് ഫ്യൂച്ചർ സ്ഫിയർ, അതാണ് പരിപാടിയുടെ പേര്. ഒരു റോസാപ്പൂവൊക്കെ കിട്ടി ഗൈസ്. വെൽക്കം. ഓക്കെ ഗൈസ്, ഫോണൊന്ന് നോക്കിയിട്ട് വരാം. ബൈ. സെലിബ്രിറ്റികളെ കാണുമ്പോൾ എൻ്റെ വ്ളോഗിലോട്ട് ഈ ബ്രോയെ ഞാൻ ഈ ഇടയ്ക്ക് വ്ളോഗ് കണ്ടു തുടങ്ങിയതേ ഉള്ളൂ, പുള്ളിയുടെ കണ്ടന്റ്. അപ്പോഴേക്കും നോക്കിയപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായത് ഇൻഫ്ലുവൻസർമാരുടെ പവർ. പിന്നെ നമ്മളെ ഗോവിന്ദ് ബായ് ഇന്റർനാഷണൽ ഇൻഫ്ലുവൻസർ. ഇപ്പൊ മറ്റേ മൊത്തം സഞ്ചാരി മോഡ് സാധനമൊക്കെ ചെയ്തിട്ട് വന്നതേ ഉള്ളൂ അല്ലേ? റൈബാൻ അല്ലേ ഇത്? അല്ലേ സീൻ ആണോ? ഇങ്ങനെ നോക്കി ഐസ് ട്രെയിൻ വരും ഉറപ്പാണ്. ചുമ്മാ ഷോക്കാണ്, പക്ഷെ ഒബ്വിയസ്ലി ഐസ് ട്രെയിൻ വരും. ഒരൊറ്റ പോയിന്റിലോട്ട്, അതായത് ഒരു സ്ക്രീനേ ഉള്ളൂ, ഒറ്റ ഇതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയോ, ഒരു സൈഡിലുള്ളൂ, ഈ ഒരു സൈഡിലേ ഉള്ളൂ. ബിക്കോസ് അത് ടെസ്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ കണ്ണ് ഞാൻ കണ്ടു ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേ MKBHD ആയാലും എല്ലായിടത്തിനെയും കണ്ണ് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതുണ്ട്. അതിനെയും കാട്ടി നമുക്കൊരു ആക്ഷൻ ക്യാമറ വെച്ചാൽ തലയിൽ ഫിറ്റ് ചെയ്താൽ പോരെ. എയർപോർട്ട് പ്രോ 3 റിയൽ ടൈം. അത് പണക്കാരായ ഇൻഫ്ലുവൻസേഴ്സിന്. നമ്മുടെ നാട്ടിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. പുള്ളി മറ്റേ ഇല്ലല്ലോ, പക്ഷെ രാജ്യം നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ. നമ്മൾ ഇന്റർനാഷണൽ പോകുന്നില്ലല്ലോ ഇങ്ങനത്തെ ഫീച്ചേഴ്സിന്. പക്ഷെ നമ്മുടെ അഭിമാന താരമാണ് മിസ്റ്റർ ഗോവിന്ദ് ഭായ്. നാടൊക്കെ എല്ലാ രാജ്യങ്ങളും കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ കേസ്. ഉടനെ നമ്മളും പോകും. ട്രാവൽ വ്ളോഗ് സ്വിറ്റ്സർലാൻഡ്. ഞാനും ഇങ്ങനെ അനിയനും കൂടി ഒരു ജപ്പാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് കാലം കുറേ. അത് നടന്നെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പോവും ഉറപ്പാണ്. ഓൻ ബൈസിന്റെ ട്രാവൽ മൂഡ്. അപ്പം കാണാം ഗൈസ്. ബൈ. വെൽക്കം ബാക്ക്. ജെൻസികളുടെ രോമാഞ്ചം. എന്താണ് വിശേഷം? ഞാൻ പിച്ച വെച്ച് നടക്കുന്നു. എന്താ പറയല്ലോ, ഫുഡ് ബ്ലോഗിങ്ങിൽ പിച്ച വെക്കുന്നു. പറയൂ, ഞാൻ റെഡിയാണ്. എല്ലാം ഉണ്ട് ഗൈസ്. ഫുൾ കിറ്റായിട്ട് ഇറങ്ങിയത് നമ്മള്. ഞാൻ DJ ഹോളിയിലാണ്. കൊള്ളാം. നീ ഇങ്ങനെ ചരിഞ്ഞു തന്നെ. ഓ എന്റെ പൊന്നോട്, എന്റെ സത്യം ഞാൻ വേണോ ഇത് അടിക്കാൻ? പയ്യൻ വേറെ ലെവൽ. കൊള്ളാം കേട്ടോ. എനിക്ക് ഫോക്കസിലാകട്ടെ ആ സീൻ കേട്ടാ. മനസ്സിലായി. വേണ്ട കേസ്, നമുക്കിത് കണ്ടോണ്ടിരുന്നത് ചെയ്യുന്നില്ല.
ഇതാണ് പുതിയ വിവോ X300 Pro നമ്മളെ കൈ കിട്ടിയിരിക്കുകയാണ്. കുറേ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ബിക്കോസ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് തനിയെ അങ്ങ് പോകുമെന്ന് പറഞ്ഞായിരുന്നു. റീസെൻ്റ്ലി ഡിലീറ്റഡ്. ഇതൊക്കെ ഞാൻ എടുത്തതാണ്. ഇവിടെ പക്ഷി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പക്ഷിയുടെ ക്ലോസപ്പ് ഫോട്ടോസ് കുറച്ചെടുത്താണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതിലോട്ട് ഇടാം. ഞാൻ ഐഫോണിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സാധനം ഇത് ഞാൻ എന്തായാലും ഞാൻ ഒരു സാമ്പിളായിട്ട് കാണിക്കാം ഗൈസ്. ഓക്കെ, ഇവിടെ മൊത്തം മറ്റേ ക്രിയേറ്റേഴ്സ് ഫോൺ ടെസ്റ്റിംഗ് ആണ്. നമുക്കിത് എടുത്തുകൊണ്ട് അധികം ദൂരെയൊന്നും പോകാൻ പറ്റില്ല. ഫുൾ ആൾക്കാർ ഇവിടെ വീഡിയോ കണ്ടൻറ് ക്രിയേഷനും സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ശരി ഗൈസ്, നമ്മൾ നോക്കട്ടെ കുറച്ചുകൂടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഇത് നമ്മൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. X200 Proയും കാട്ടി ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കളേഴ്സ് കൊള്ളാം കേട്ടോ. പോർട്രേറ്റ് മോഡിലെയും ഈ ബേർഡ് മോഡിൻ്റെ സാധനവും അത്യാവശ്യം നല്ല രസമുണ്ട്. നല്ല പഞ്ചി കളേഴ്സാണ് മൊത്തത്തിൽ. സോ ബേസിക്കലി ലെറ്റ്സ് സി. ഇത് കുറച്ച് എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ വരുമ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളും കൂടെ എടുത്ത് ഒന്ന് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഗൈസ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ 1% ബാറ്ററി 5% എന്തോ ബാറ്ററി കിട്ടിയതാണ്. കുറച്ച് ഫോട്ടോ എടുത്തപ്പോഴേക്കും ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇത് ഡെമോ പീസ് ആയതുകൊണ്ടായിരിക്കും. കുറച്ചുകൂടെ നല്ലൊരു ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി യൂസ് ഒരു വേർഡിക്റ്റ് അറിയാൻ പറ്റും എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടെന്നുള്ളത്. X300 ടെലിഫോട്ടോ ഒരു സാധനം കിട്ടിയില്ല എനിക്ക് കയ്യിൽ യൂസ് ചെയ്യാനായിട്ട്. അപ്പം തൽക്കാലം ഉള്ളത് വെച്ചോണം. അത്യാവശ്യം കളർ നൈസാണ് കേട്ടോ. എനിക്ക് ആ ബേർഡ്സൊക്കെ നല്ല കളർഫുൾ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു പഞ്ചുണ്ട് കളറിന്. സോ ലെറ്റ്സ് സി. ബാക്കി കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ വെർഡിക്റ്റ് പറയുന്നതായിരിക്കും. ബൈ ഗൈസ്. ഇതാണ് X300 Pro. ഇതാണ് ടെലിഫോട്ടോ ലെൻസ്. സംഭവം ഇത് ഫിറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പണി തന്നെയാണ്. ഭയങ്കര ബൾക്കി. കൊള്ളാം, കാണാൻ രസമുണ്ട്. ബാറ്ററി കുറവാണ്. ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്താൽ ഗൈസ്. നമ്മൾ ഇതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡെസേർട്ട് കഴിച്ച് ഫിനിഷ് ചെയ്യാൻ ഗൈസ്. എന്തോ അലുവ, ഐസ്ക്രീം, എന്തോ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സാധനം. വലിയ കുഴപ്പമില്ല ഗൈസ്. ഐസ്ക്രീം കൊള്ളാം. ചോക്ലേറ്റിൻ്റെ ഒരു സാധനം കൊള്ളാം. കഴിച്ചിട്ട് തരാം ഗൈസ്. ഒരു പ്രത്യേകതരം വ്ളോഗിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. എല്ലാരും ഫോൺ വെച്ച് വണങ്ങുന്നതാണെന്നോ സത്യം. ദൂരെ പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ എല്ലാരെയും വെഞ്ചരിച്ച് കഴിഞ്ഞെങ്കിൽ തിരിച്ചു കൊടുക്കടാ അത്. ടാറ്റാ. ബൈ ഗൈസ്. ബൈ ഗൈസ്. നൈസ് മീറ്റിംഗ് യു. നൈസ് മീറ്റിംഗ് യു. എല്ലായിടത്തും ഒരു ബൈ. ശരി, ബൈ. കാണാം. ബൈ. അങ്ങനെ പരിപാടിയുടെ അവസാനം ഇതിൻ്റെ ഓൾ ഇൻ ഓൾ കണ്ടന്റിന്റെ രാജാവായ ഹംബിൾ അലിയൻ. കൊള്ളാം. പിള്ളേരെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. അടുത്ത ഓൾ ഇൻ ഓൾ ആയ ഇവരെ ചേക്കൻ്റെ ആണ്. എന്താണ് ഇത്? അവനെ കാണിച്ചപ്പോഴേക്കും എനിക്ക് 1 മില്യൺ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കട്ടെ കുറച്ച് വെയിറ്റിന്. അപ്പടാ കാണാം. നാളെ തോന്നുന്നു. നാളെ വരും. പിന്നല്ല സെറ്റ്. അപ്പൊ അങ്ങനെ ഗൈസ് അവസാനിച്ചിരിക്കുകയാണ് ഈ പരിപാടി. ടാറ്റ.